എടത്തിരുത്തി സൗത്ത് SNV LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. തൈകൾ നടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സ്ഥലത്തും അങ്ങനെ കാണുന്നുണ്ട്. സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, നല്ല പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക. അത് ഇവിടെ മാത്രമല്ല, എവിടെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും അത്തരം സംഭവങ്ങൾ ഇന്ന് വരുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടിയാവുന്ന ദിവസമാണ്. പല ആഘോഷങ്ങളും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ചില കാര്യത്തിൽ ഒന്നാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ സാധാരണയായിട്ട് പല കാര്യങ്ങളെയും നാട്ടുകാർ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ റോഡിനെ കുറിച്ച്, പാലത്തെ കുറിച്ച്, വീടിനെ കുറിച്ച്, അല്ലെ, വീടിന്റെ അറ്റകുറ്റപ്പണിയെ സംബന്ധിച്ച്, സ്കൂളിനെ കുറിച്ചൊക്കെ തന്നെ വേവലാതിപ്പെടാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഓക്സിജൻ എനിക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നുള്ളത് വന്നിട്ട് ആരെങ്കിലും പോന്നിട്ടുണ്ടോ? എനിക്ക് ശ്വാസം കൃത്യമായിട്ട് വലിക്കാൻ പറ്റുന്നില്ല, ഓക്സിജൻ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ നിലവിലില്ല. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായ ഞങ്ങൾ പോലും ഇതിന്റെ വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം കിട്ടിയത് എപ്പോഴാണെന്ന് അറിയും? കൊറോണ കാലത്താണ്. കൊറോണ കാലത്ത് രാത്രി കാലത്തൊക്കെ വിളിച്ച് ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് ശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, എന്ത് വേണം, ഒരു കുറ്റി ഓക്സിജന്റെ അതൊന്ന് വേണം, ഒന്ന് തരപ്പെടുത്താറുണ്ട്. ഞങ്ങളിത് രാത്രി കാലത്തൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി. അല്ല, ഇതിന് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് അതൊരു 2000-3000 രൂപയുടെ ഒരു കുറ്റിക്ക് കൊടുക്കണ്ട. ഈ 4 കിലോ 5 കിലോ കൊണ്ടുവന്ന കുറ്റിക്ക് കൊടുക്കണം. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഓക്സിജന് പെട്ടെന്ന്. നിങ്ങൾ തന്നെ നമ്മുടെ ടീച്ചർമാരും സാധാരണക്കാരൊക്കെ നമ്മുടെ സാധനം പറയുമല്ലോ, എന്താണ് മൂക്കും വായും ഒന്ന് പൊത്തിപ്പിടിച്ചാൽ എത്ര നേരം നിങ്ങൾ ജീവിക്കും എന്നുള്ളത്, അല്ലെ? അതായത് മറ്റെന്തുമില്ലെങ്കിലും നമുക്ക് കുറെ സമയം എടുക്കാം. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വീടില്ലാതെ ഒക്കെ ജീവിക്കാൻ കഴിയും. എന്നാൽ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് അധിക സമയം, ഒരു 1-2 മിനിറ്റ് പോലും നമുക്ക് കഴിഞ്ഞാൽ ആള് മരണപ്പെടുന്നുള്ള സ്ഥിതി. ഇതാണ് വിഷയം. അതുകൊണ്ട് നമുക്ക് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന പുതിയ സംവിധാനം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്ന സംവിധാനം സംബന്ധിച്ച് നല്ല ചർച്ച നടക്കുന്നുണ്ട്. അത് കുറയണം. സ്കൂൾ മാനേജർ അജോയ് കുമാർ അധ്യക്ഷനായി. കയ്പമംഗലം SI ജെയ്സൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക സ്മിത ജോസഫ് വലിയ വീട്ടിൽ, കയ്പമംഗലം SI ഹരിഹരൻ, TN തിലകൻ, ശശി കാരയിൽ, അധ്യാപിക ബിനി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള ആട്, കോഴി വിതരണവും MLA നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് ഒരു പുതിയ പദ്ധതി ആരംഭിക്കണം എന്നൊരു സ്വപ്നവുമായി നമ്മൾ കുറച്ചു നാളുകളായി വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വപ്നം നമ്മൾ ഇന്ന് നിറവേറ്റാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തില് ഏറ്റവും നേരിടുന്ന പ്രതിസന്ധി നമ്മുടെ ലഹരിയാണ്. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി, സർക്കാരും അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് ലഹരിക്കെതിരായി പ്രവർത്തിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും ടിവിയിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.